ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അച്ഛനതൊന്ന് വായിച്ചു നോക്കേ. എന്താ മോളെ ഇത് ഞാൻ എഴുതിയൊരു പരാതി അച്ഛാ. ഇത് സ്റ്റേഷനിൽ കൊടുക്കാന്നാ വിചാരിക്കുന്നത്. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഇതിന്റെയൊക്കെ പുറകിലോടാൻ സമയം കിട്ടിയില്ലെങ്കിലോ. സുധേട്ടന്റെ മരണത്തിന് കാരണക്കാരായവര് എപ്പോഴും സുഖിച്ചു കഴിയുമല്ലേ. തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അവരനുഭവിക്കേണ്ട അച്ഛാ. നമ്മുടെ സുധേട്ടനെ കൊന്നതിന് അവരുത്തരം പറഞ്ഞേ പറ്റൂ. മോളെ, നമുക്ക് സിദ്ധുവിനോടും കൂടെ ഒന്ന് ആലോചിക്കാം. പരാതി സിദ്ധു എഴുതുന്നല്ലേ നല്ലത്. അതാവുമ്പോ ലോ പോയിന്റ്സ് ഒന്നും വിട്ടു പോകത്തുമില്ല. സിദ്ധുവിനെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കുന്ന അച്ഛൻ നല്ലത്. സിദ്ധുവിനിപ്പോ വേറൊരു കുടുംബമുണ്ട്, അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയില് നമ്മുടെ കുടുംബകാര്യങ്ങളും കൂടി ഇടപെടുന്നത് അത് ശരിയാണോ? സിദ്ധു ഒരു വക്കീലല്ലേ മോളെ. ഒരു വക്കീലിന്റെ സഹായം നമ്മൾ തേടുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട അച്ഛാ, അത് ശരിയാവില്ല. അതല്ല മോളെ, ഒരു പരാതി കൊടുത്തുകൊണ്ട് മാത്രം എല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്ന അബദ്ധമാണ്. പോലീസുകാരാ, തെളിവൊന്നുമില്ലാത്ത കേസുവാ. അതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോവും. സിദ്ധുവും അവരും അടുത്ത സുഹൃത്തുക്കളാണ്. അതെന്താ അച്ഛൻ ഓർക്കാത്തത്? എന്റെ മോളെ, ഞാനതൊന്നും മറന്നിട്ടില്ല. അവര് തമ്മിൽ അടുപ്പമുണ്ടെന്ന് കരുതി ഈ കേസിൽ സിദ്ധു നമ്മോടൊപ്പം നിൽക്കില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? നിൽക്കുമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് സിദ്ധുവായിട്ട് കൂടി ഒന്ന് ആലോചിക്കാം. അച്ഛൻ അത്ര നിർബന്ധമാണെങ്കിൽ ആയിക്കോളൂ, ഞാൻ എതിരൊന്നും പറയുന്നില്ല. സുധിമോനെ കൊന്നവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കണമെന്ന് മോളെ പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട്. എന്നെ ആദ്യം അച്ഛാന്ന് വിളിച്ചതവന. ഈ വീടിന്റെ എല്ലാമായിരുന്നു അവൻ. അവനാ പെട്ടെന്നൊരു ദിവസം ഒരു വിളക്ക് കെടുന്ന പോലെ കെട്ടുപോയത്. അവനെ ഇല്ലാതാക്കിയത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം മോളെ. നിയമത്തിന്റെ ഒരു പഴുതും അവർക്ക് അനുകൂലമായിട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് കൂടാ മോളെ ഈ കേസിലെ സിദ്ധുവിനെ ഇടപെടുത്താന്ന് ഞാൻ പറഞ്ഞു. സിദ്ധു ഒരിക്കലും നമ്മളെ ചതിക്കത്തില്ല. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവിടെ നിൽക്കാം. വണ്ടി എടുക്ക. വിശാൽ സാർ വീണ് കിടക്കുന്നു. വണ്ടി എടുക്ക. വിശാൽ ഹലോ, എന്തൊക്കെയുണ്ട് ചെറുസാറെ വിശേഷങ്ങള്? ഉറക്കവിളി കഴിച്ച് ഞാൻ മയങ്ങിപ്പോയെന്ന് വിചാരിച്ചല്ലേ? കുറെ കാലം നിന്റെ കൂടെ ആയിരുന്നില്ലേടാ ഞാൻ. അതിന്റെ ഗുണം കാണിക്കാതിരിക്കുവോ? നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ എവിടെയുണ്ട് നിനക്കെന്താ? ഇനി ഒരിക്കലും നിനക്കെന്നെ കിട്ടാൻ പോകുന്നില്ല.
നമുക്ക് വഴക്കൊക്കെ അവസാനിപ്പിക്കാൻ ശരവണ. നീ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. എന്നെ നീ ഒറ്റരുത്. ഇല്ല, ഒറ്റില്ല. ഞാൻ പറയുന്ന നീ അനുസരിക്കണം. പറ്റോ? പറ്റും. നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എന്നാ നീ കൊന്നു കളഞ്ഞവരെല്ലാം തിരിച്ചു കൊണ്ടുപോടാ. എന്നിട്ട് അവരവരുടെ ബന്ധുക്കൾക്ക് തിരിച്ചു കൊടുക്ക്. പറ്റുമോ നിനക്കതിന്? ഇല്ലല്ലേ? പറ്റില്ലല്ലേ? എന്നാ വേണ്ട, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. അത് നിനക്ക് പറ്റും. നീ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം. എന്നിട്ട് ഇതുവരെ ചെയ്ത സകലതും ഏറ്റുപറയണം. ആരെയൊക്കെ കൊന്നു, ആരെയൊക്കെ ചതിച്ചു, അങ്ങനെയല്ല. എന്താ പറയാൻ പറ്റുമോ നിനക്ക്? ശരവണ, നടക്കാത്ത കാര്യങ്ങൾ നീ ആവശ്യപ്പെടുന്നത്. എടാ, ഞാനകത്തായ നീയും കൊടുങ്ങും. നമ്മുടെ രണ്ടുപേരും ജീവിതം നശിക്കത്തേ ഉള്ളൂ. ഞാൻ പറയുന്ന അനുസരിച്ചാ നിനക്കും എനിക്കും ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാം. ജീവിതത്തിൽ എനിക്കൊരു അബദ്ധം പറ്റി. നീയുമായിട്ട് കൂട്ടുകൂടി. ഇനി ഇത് ആവർത്തിക്കാൻ ഞാൻ തയ്യാറില്ല. ഒത്തുതീർപ്പെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നെ കൊന്നുകളയാനാണ് നീ ആലോചിച്ചത്. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ ശരത്തെ. അതുകൊണ്ട് നീ പറയുന്ന ഒന്നിനും ഞാൻ തയ്യാറല്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. വെച്ചിട്ട് പോടാ നായേ. ഹലോ ഹലോ, എടാ ശരവണ.